സദ്ഗുരുവേ ശരണം. എപ്പോഴും നമ്മൾ എന്നും പറയുന്ന ഒരു കാര്യമാണ് അല്ലേ? ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഇത് ഇങ്ങനെ ആകുമായിരുന്നില്ല, ഇല്ലേ? ആകുമായിരുന്നില്ല എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചില കാര്യങ്ങൾ ഞാൻ വരുമായിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അറിയുമായിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പോകുമായിരുന്നില്ല. അങ്ങനെ നമുക്ക് ഇങ്ങനെ ആകുമായിരുന്നില്ല എന്ന് പല സന്ദർഭങ്ങളിലും നമുക്ക് പറയേണ്ടത് എങ്ങനെ എന്ന് നമുക്ക് ഇന്നിപ്പോ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം. എന്ത് പറയുന്നു? അപ്പൊ റെഡി ആണല്ലോ? സോ ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വെൽക്കം ടു ഇംഗ്ലീഷ് ഗുരുസ് ബ്രാൻഡ് ന്യൂ എപ്പിസോഡ്. ഐ എം ആശാലത ശ്രീജിത്ത്. അപ്പോ എന്താണ് ഈ ആകുമായിരുന്നില്ല എന്ന മലയാളം വാക്കിനുള്ള ഇംഗ്ലീഷ് വേർഡ്? അത് വുഡൻറ്റ് ഹാവ് എന്നാണ്. വുഡൻറ്റ് ഹാവ് എന്ന് വെച്ചാൽ ആകുമായിരുന്നില്ല. അതിൻ്റെ കൂടെ നമുക്ക് വേണ്ട കാര്യങ്ങൾ അങ്ങ് ചേർത്താൽ മതി. പോകുമായിരുന്നില്ല എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് വുഡൻറ്റ് ഹാവിൻ്റെ കൂടെ ഗോൺ എന്ന് പറയാം. അപ്പം ഗോൺ എന്ന് പറഞ്ഞാൽ ഈ ഗോ, വെന്റ്, ഗോൺ നിങ്ങൾ പഠിച്ചു കാണുമല്ലോ. അപ്പോൾ ആ തേർഡ് ഫോം ഓഫ് ദ വേർബാണ് V3. അപ്പം പോകുമായിരുന്നില്ല, വുഡൻറ്റ് ഹാവ് ഗോൺ. വരുമായിരുന്നില്ല എന്നോ? ഇനി നിങ്ങൾക്ക് എളുപ്പമായിരിക്കും പറയാൻ. വുഡൻറ്റ് ഹാവ് കം. കാരണം കം എന്ന് പറയുന്ന വേർബിന്റെ പാസ്റ്റ് ടെൻസ് കെയിം ആണ്. പക്ഷേ അതിന്റെ V3 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ കം തന്നെയാണ്. അപ്പൊ കം, കെയിം, കം ഇങ്ങനെ പഠിച്ചു വെക്കണം കുറേ വേർബ്സ് കേട്ടോ. അപ്പം വരുമായിരുന്നില്ല, വുഡൻറ്റ് ഹാവ് കം. ലേറ്റ് ആകുമായിരുന്നില്ല, എളുപ്പമായില്ലേ? വുഡൻറ്റ് ഹാവ് ബീൻ ലേറ്റ്. അവിടെ ഈ വാസ് ലേറ്റ് എന്ന് പറയുന്നതിന്റെ തേർഡ് ഫോമാണ് നമ്മൾ എടുക്കേണ്ടത്. ഐ വാസ് ലേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ലേറ്റ് ആയിരുന്നു. അപ്പൊ ഈ വാസ് എന്ന് പറയുന്നതിന്റെ V3 ഫോമാണ് ബീൻ. അങ്ങനെയാണ് ഇവിടെ ലേറ്റ് ആകുമായിരുന്നില്ല എന്ന് പറയുമ്പോൾ വുഡൻറ്റ് ഹാവ് ബീൻ ലേറ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ സംഭവം പിടികിട്ടിയല്ലോ. ഇനി നമുക്ക് കുറച്ച് സെന്റൻസുകൾ നോക്കാം. നീ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ നീ തോക്കുമായിരുന്നില്ല എന്ന് പറയണം. അപ്പോൾ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് ഹാർഡർ. പഠിച്ചിരുന്നെങ്കിൽ, അപ്പൊ അതിനാണ് ഇഫ്. യു വുഡൻറ്റ് ഹാവ് ഫെയിൽഡ് ദ ടെസ്റ്റ്. നീ ടെസ്റ്റ് തോക്കുമായിരുന്നില്ല. അപ്പൊ വുഡൻറ്റ് ഹാവ് ഫെയിൽഡ്. എളുപ്പമായില്ലേ? അവള് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ അവള് വൈകുമായിരുന്നില്ല. അവള് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ, അപ്പൊ എങ്ങനെ പറയാം? ഇഫ് ഷീ ഹാഡ് ലെഫ്റ്റ് ഹോം ഏർലിയർ. അപ്പൊ നേരത്തെ കാര്യമാണ് പറയുന്നത് അല്ലേ? നേരത്തെ പാസ്റ്റിന്റെ പാസ്റ്റാണ്. അപ്പം ഇഫ് ഷീ ഹാഡ് ലെഫ്റ്റ് ഹോം ഏർലിയർ, ഷീ വുഡൻറ്റ് ഹാവ് ബീൻ ലേറ്റ്. ഷീ വുഡൻറ്റ് ഹാവ് ബീൻ ലേറ്റ്. കുറച്ചുകൂടെ നേരത്തെ നടന്നിരുന്നെങ്കിൽ അവർക്ക് ആ ബസ് മിസ്സാകുമായിരുന്നില്ല. കുറച്ചുകൂടെ വേഗത്തിൽ നടന്നിരുന്നെങ്കിൽ. അപ്പൊ എങ്ങനെ പറയും? ഇഫ് ദേ വാക്ഡ് അല്ല, ഇഫ് ദേ ഹാഡ് വാക്ഡ്. അത് പണ്ടത്തെ കാര്യമാണ്. അതായത് നമ്മൾക്ക് ചെയ്യാൻ പറ്റാതിരുന്ന പണ്ടത്തെ ഒരു കാര്യം, അതിനെ കുറിച്ചുള്ള ഒരു റിഗ്രറ്റ്, ഒരു വിഷമമാണല്ലോ നമ്മളിപ്പോ പറയുന്നത്. അപ്പൊ മുമ്പത്തെ കാര്യമാണ്, പാസ്റ്റിന്റെ പാസ്റ്റ് ആണ്. നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, അത് ഓർത്താൽ മതി. അപ്പോൾ ഇഫ് ദേ ഹാഡ് വാക്ഡ് ഫാസ്റ്റർ, കുറച്ചുകൂടെ വേഗത്തിൽ അവർ നടന്നിരുന്നെങ്കിൽ, ദേ വുഡൻറ്റ് ഹാവ് മിസ്ഡ് ദ ബസ്. അവർക്ക് ബസ് മിസ്സാകുമായിരുന്നില്ല. അപ്പം അവിടെയും ആകുമായിരുന്നില്ല. അവിടെ ഏത് വേർബ്? മിസ്സാകുമായിരുന്നില്ല. അപ്പം മിസ്ഡ് എന്ന് ചേർക്കാം. വുഡൻറ്റ് ഹാവ് മിസ്ഡ് ദ ബസ്. വാങ്ങിച്ച ഫോൺ ആകെ കുഴപ്പം. അപ്പോൾ ഒരാൾ പറയാണ്, ഇത് ഞാൻ നേരത്തെ ഈ ഫോൺ അത്ര നല്ലതല്ലെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിത് വാങ്ങിക്കുമായിരുന്നില്ല. അപ്പൊ എങ്ങനെ പറയും? ഇഫ് ഐ ഹാഡ് നോൺ ദാറ്റ് ദ ഫോൺ വാസ് ഫോൾട്ടി. If I had known that the phone was faulty, I wouldn't have bought it. Bought it. I wouldn't have bought it. അപ്പൊ ഇത്രയും സെന്റൻസ് നന്നായിട്ട് അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്താൽ ഇതേപോലെ നിങ്ങൾക്ക് ഇനി ഒരുപാട് സെന്റൻസുകൾ ഉണ്ടാക്കാനും സംസാരിക്കാനും ഈസി ആയിട്ട് പറ്റും. ഇനി നമുക്ക് ഈ വുഡൻറ്റ് ഹാവ് ഉള്ള ഒരു 2 കോൺവെർസേഷൻ നോക്കാം. താങ്ക്സ് ഫോർ ഗിവിംഗ് മീ എ ലിഫ്റ്റ് യെസ്റ്റർഡേ. ഇന്നലെ എനിക്കൊരു ലിഫ്റ്റ് തന്നതിൽ നന്ദി. No problem. You wouldn't have reached on time if you had waited for the bus. അത് കുഴപ്പമൊന്നുമില്ല. നീ ബസ്സിന് വേണ്ടി അവിടെ കാത്തു നിന്നിരുന്നെങ്കിൽ, ഇഫ് യു ഹാഡ് വെയിറ്റഡ് ഫോർ ദ ബസ്,
യു വുഡൻ ഹാവ് റീച്ച്ഡ് ഓൺ ടൈം. നീ കൃത്യസമയത്ത് അവിടെ എത്തുമായിരുന്നില്ല. അതാണ് ബിയുടെ മറുപടി. എക്സാക്ട്ലി, കൃത്യമായി. ദ ബസ് വാസ് സൂപ്പർ ലേറ്റ്. ബസ് ഭയങ്കര ലേറ്റ് ആയിരുന്നു. ഇനി അടുത്ത ഒരു കോൺവെർസേഷൻ. ക്യാരക്ടർ എ, താങ്ക്സ് ഫോർ റിമൈൻഡിങ് മീ അബൌട്ട് ദ മീറ്റിംഗ്. മീറ്റിങ്ങിനെ കുറിച്ച് എന്നെ ഓർമ്മപ്പെടുത്തിയതിന് വളരെ നന്ദി. ഓഫ് കോഴ്സ് യു വുഡൻ ഹാവ് റിമെമ്പേർഡ് ഇറ്റ് വിത്തൗട്ട് മൈ കോൾ, റൈറ്റ്? തീർച്ചയായിട്ടും നീ അതിനെക്കുറിച്ച് ഓർക്കുമായിരുന്നില്ല ഞാൻ വിളിച്ചില്ലായിരുന്നെങ്കിൽ. ശരിയല്ലേ? റൈറ്റ്? ശരിയല്ലേ? യു വുഡൻ ഹാവ് റിമെമ്പേർഡ് ഇറ്റ്. ഓർക്കുമായിരുന്നില്ല. എ പറയാണ്, ട്രൂ, ഐ ടോട്ടലി ഫൊഗോട്ട് അണ്ടിൽ യു കോൾഡ്. നീ വിളിക്കുന്നത് വരെ ഞാൻ മറന്നിരിക്കുകയായിരുന്നു. ഐ ടോട്ടലി ഫൊഗോട്ട് അണ്ടിൽ യു കോൾഡ്. നിങ്ങൾ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വിഷമിക്കുമായിരുന്നില്ല. അവള് കുറച്ചുകൂടെ കെയർഫുൾ ആയിരുന്നെങ്കിൽ അവൾക്ക് ജോലി നഷ്ടപ്പെടുമായിരുന്നില്ല. അവള് കുറച്ചുകൂടെ കെയർഫുൾ ആയിരുന്നെങ്കിൽ അവൾക്ക് ജോലി നഷ്ടപ്പെടുമായിരുന്നില്ല. നമ്മൾ നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ നമുക്ക് ട്രെയിൻ മിസ്സാകുമായിരുന്നില്ല. അപ്പൊ പെട്ടെന്ന് തന്നെ ഇതിന്റെ ആൻസേഴ്സ് ടൈപ്പ് ചെയ്ത് കമന്റ് ബോക്സിൽ ഇടുക. പിന്നെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനും ഇംഗ്ലീഷ് ഗ്രാമർ കോഴ്സിനും ഇംഗ്ലീഷ് ഗുരുവിൻ്റെ ലിറ്റററി ഇവൻറ്റ്സ് കോച്ചിങ്ങിനും, അതായത് പോം റെസിറ്റേഷൻ, എലക്യൂഷൻ, പബ്ലിക് സ്പീക്കിംഗ്, ആങ്കറിങ്, അങ്ങനെ ഒരുപാട് കുട്ടികൾക്കും വലിയവർക്കും, പബ്ലിക് സ്പീക്കിംഗ് മുതിർന്നവർക്കും ഉണ്ട് കേട്ടോ. സ്പോക്കൺ ഇംഗ്ലീഷും ഗ്രാമറും കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഉണ്ട്. എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പോസ്റ്റേഴ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഈ നമ്പറിൽ വിളിക്കുക, ജോയിൻ ചെയ്യാം. ഓക്കെ. പിന്നെ നമുക്ക് സയൻസ് ട്യൂഷനും അവൈലബിൾ ആണ്. അതിന് താല്പര്യമുള്ളവരും കോൺടാക്ട് ചെയ്യാം. ഓക്കെ. So see you in the next video. Until then, you take care. Sad.